നമ്മുടെ മുണ്ടക്കയത്തെ ടീച്ചർ പൊൻകുന്നം മുണ്ടക്കയത്ത് വന്നോണ്ടിരുന്ന ഷാജി സാർ. എന്റെ യേശുവേ, സാറ് ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കുന്നത്. കാരണം 16 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ടെടുത്ത് ദൈവം 2 കുഞ്ഞുങ്ങളെ, 2 പിള്ളേരെ ഓ കരുതും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. കരുതും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. കർത്താവർക്ക് കുഞ്ഞുങ്ങളാകട്ടെ, കർത്താവ് അവിടുത്തെ അത്ഭുതകരം ഉണ്ടാകട്ടെ. ഇതൊരു വലിയ കാര്യമാണ്. ഇത് നമ്മുടെ കൂടെ നിന്ന് എല്ലാ കോട്ടയം മീറ്റിങ്ങിനും, എനിക്ക് തോന്നുന്ന എല്ലാ തൃശ്ശൂർ മീറ്റിംഗ് അല്ല തിരുവല്ല മീറ്റിങ്ങിനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. 16 കൊല്ലത്തിന് ശേഷം കൊടുത്തപ്പോൾ ഇരട്ട പിള്ളേരെ കൊടുത്തു. സോ മൈറ്റി. എനിക്ക് ഇദ്ദേഹത്തോട് ഞാൻ എന്നും പറയുമായിരുന്നു, നിങ്ങൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ തരും. പക്ഷെ ഇദ്ദേഹം ആ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയതേ ഇല്ല. 4 വർഷത്തോളം ചർച്ചിൽ കുഞ്ഞുങ്ങൾ ഇല്ലാതായിട്ടും വന്നുകൊണ്ടിരുന്നു. 4 വർഷം വന്നു വീണ്ടും. പക്ഷെ കർത്താവ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. 16 കൊല്ലമല്ലേ, ഇനി 2ാമത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാവണ്ട, വീണ്ടും 2 ഇരട്ടിയായിട്ട് പോകട്ടെന്ന് വിചാരിച്ചു കാണും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ച്. നിങ്ങൾക്ക് എന്തുമായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ പ്രധാന തടസ്സം? കൗണ്ട് കുറവായിരുന്നു. രണ്ടും പ്രശ്നമുള്ളതാണ്. കൗണ്ടും ഇല്ല, എഗ്ഗിന് വളർച്ചയില്ല. അതിൻ്റെ ഇടയിൽ 2 പിള്ളേരുണ്ടായി. ഇത് അങ്ങേരുടെ പരിപാടിയല്ല, വേറെന്തോ മറവാ. നിങ്ങൾക്ക് വലിയ മനസ്സിലായ കൗണ്ടില്ല. കൗണ്ട് എത്രത്തോളം ഇല്ല എന്ന് പറയാമോ? 0 ആണോ അതോ 10% ഉണ്ടോ? 15 ഒക്കെ ഉണ്ട്. അതോടൊപ്പം എഗ്ഗിന് ബലമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, കോംപ്ലിക്കേറ്റഡ് ആ കാര്യം രണ്ടും കേട്ടോ. കൗണ്ടും ഇല്ല, ആളിൽ എഗ്ഗിന് ബലവും ഇല്ല. പക്ഷേ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും? നമ്മുടെ ദൈവത്തിനല്ലാതെ കഴിയാൻ ആർക്കാ പറ്റുന്നത്? 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. ഒന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. IVF പരാജയപ്പെട്ടു ആദ്യത്തത്. കർത്താവ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കർത്താവേ, ഞങ്ങൾ ഈ വീടിന് നീ കൊടുത്ത സൗഖ്യത്തെ ഓർത്ത്, അത്ഭുതത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, 2 കുഞ്ഞുങ്ങളെയും ആരോഗ്യത്തോടെ നീ ആക്കിയാട്ടെ. അപ്പാ താങ്ക് യു.